ബാലേന്ദ്രനോ? വരീം വരീം, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അസ്സലാമലൈക്കും ഹാജിയാരെ. വാലൈക്കും അസ്സലാം. അപ്പോ നമ്മൾ പോവുകയല്ലേ? ആ പോവാം. അല്ല, ശാരദാമ്മ എന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചതല്ലോ. അല്ല, അപ്പൊ നിങ്ങൾ പരിചയക്കാരാണാ? ആണോന്നോ? വെറും പരിചയക്കാരെന്നല്ല, പറഞ്ഞു വരുമ്പോ ഞങ്ങൾ തമ്മിൽ ബന്ധുക്കളായിട്ട് വരും. നല്ല അടുപ്പമുള്ള ബന്ധുക്കൾ അല്ലേ ശാരദാമ്മേ? എങ്കി നന്നായി. നമ്മുടെ ഫാക്ടറിയിൽ അടഞ്ഞു കിടക്കുന്ന ക്യാൻറ്റീൻ ഇല്ലേ, അതിന്റെ പാചകത്തിന്റെ കോൺട്രാക്ട് ഞാൻ ശാരദയമ്മ ഏൽപ്പിക്കാൻ പോവുക. ഓ, എന്താ സന്തോഷായില്ലേ ബന്ധുക്കൾക്ക്? ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ക്യാൻറ്റീൻ മാത്രമല്ല, ഫാക്ടറി പൂട്ടാൻ പോവുക ഹാജിയാര്. പൂട്ടാനാ? എന്താ ബാലേന്ദ്ര നീ പറയണത്? ഹാജിയാർ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു സ്വകാര്യം പറയട്ടെ. അല്ല, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഹാജിയാരെ കൊണ്ട് എനിക്കും അളിയനും ഒരു സ്ഥല കച്ചവടത്തിന്റെ ഡീലിങ്സ് ഉണ്ട്, അത് പറയാനായിട്ടാ. ഹാജിയാര് വന്നേ, വാ. അവൻ ഉറപ്പായിട്ടും എന്തെങ്കിലും പാര പണിയും ശാരദാമ്മേ. എനിക്കെന്തോ നല്ല ടെൻഷൻ തോന്നുന്നു. അത് തന്നെ എന്റെയും ഭയം. ആ ശകുനം മുടക്കിക്ക് വന്നു കയറങ്ങണ്ടൊരു സമയം. എന്റെ ദേവി സഹായിക്കണേ. ശാരദാമ്മയെ പറ്റിയും ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിനെ പറ്റിയും കൃത്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഹാജിയാർക്ക്. തൽക്കാലം ഇതൊക്കെ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഉപകാരമുള്ളൂ. ആ, അപ്പൊ ഹാജിയാരെ, ഞാനേ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കാം. ഈ സ്ഥലം കാണാൻ പോകാറാകുമ്പോ അങ്ങ് വന്നാ മതി. പോട്ടെ ശാരദാമ്മേ. അപ്പോ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങള് അത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി ശാന്ത. അയ്യോ ഹാജിയാരെ, ആ ബാലേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചെന്ന് കരുതി. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചെന്ന് കരുതി അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളല്ല ശാന്ത ഞാൻ. അത് നീ പറഞ്ഞാലും ബാലേന്ദ്രൻ പറഞ്ഞാലും അത് അങ്ങനെ തന്നെ. പക്ഷേ ഒരു ലേശം തീയില്ലാതെ ഒരിക്കലും പുകയുണ്ടാവില്ലല്ലോ. എന്താ, ശരിയല്ലേ? മനസ്സിന് വിളമ്പുന്ന ഭക്ഷണത്തിൽ പാറ്റ കിടക്കുക, കുഞ്ഞുങ്ങൾക്ക് ചീഞ്ഞ പരിപ്പോടെ പൊതിഞ്ഞു കൊടുക്കുക, ഭക്ഷണം കഴിച്ച ഉടനെ ആൾക്കാർ നിലത്ത് പിടഞ്ഞു വീഴുക, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളാണ്. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അടി, കടം വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാൻ മധ്യസ്ഥതയ്ക്ക് പോലീസ്. ഇതൊക്കെ അറിയുമ്പോ എന്തിനാ ശാരദാമ്മേ എന്നെ കൊണ്ട് വെറുതെ പുലിവാലി പിടിപ്പിക്കുന്നത്? അല്ല ഹാജിയാരെ, അത് അപ്പോ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റൊന്നും ഇല്ലെങ്കില് നമുക്ക് പിരിയാം. പിന്നെ മകളുടെ നിക്കാഹിന് സംഭാവന വല്ല വേണമെങ്കിൽ സലാമിനോട് പറഞ്ഞാൽ മതി. ആ,
അപ്പോ ഫുഡ് കഴിക്കാം. 20 മിനിറ്റ് എല്ലാവർക്കും ബ്രേക്ക്. നമുക്ക് കഴിക്കാം. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. കൊള്ള നല്ല കഥയായി. നാഗർകോവിൽ വരെ വിശന്നിരിക്കാണോ? ഇയാൾ എഴുന്നേറ്റ് വാ കഴിക്കാം. എടോ ഇത്ര നേരം ഇരുന്നല്ലേ, ഒന്ന് നടുവ് വെറുക്കുന്നത് നല്ലതാ. വാ. ആ ദേ അങ്ങോട്ടിരുന്നു. എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് ഊണ് മതി. അതെ, കുടുംബശ്രീ ഹോട്ടലിലെ ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. എന്തായാലും സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചു നോക്കാം. ഞാനേ ഒന്ന് ബാത്റൂം വരെ പോയിട്ട് വരാം. ഹലോ ബോസ്, ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ? ബസ്സിന് ഇനി ഉടനെ സ്റ്റോപ്പില്ല. എഴുന്നേക്കടാ, വല്ലതും കഴിക്കാം. വാ. അതെ, ഈ കൈയ്യഴുന്നവിടെ അങ്ങേ എടുക്ക്. വടാ. അറിഞ്ഞില്ലല്ലോ മച്ചാനെ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് റിസ്കാ. വിഷ്ണു ആശാനുമായി അടുപ്പമുള്ള കുട്ടിയാ അത്. ഇടഞ്ഞാ പിന്നെ പിടിച്ചാ കിട്ടൂല വിഷ്ണു ആശാനെ. ഇതുപോലുള്ള ഒരുപാട് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയൊക്കെ ഒതുക്കിയിട്ട് തന്നെയാടാ ഈ മാർട്ടിൻ മട്ടാഞ്ചേരി മാർട്ടിനായത്. നീ വാ, നമുക്ക് നോക്കാം. ഹലോ ഡാർലിംഗ്, എന്തുണ്ട് പിന്നെ? നമ്മൾ തമ്മിലൊരു സെറ്റിൽമെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിത്ര പെട്ടെന്നാവൂന്ന് ഞാൻ കരുതിയില്ല. ദൈവത്തിന്റെ ഓരോരോ കളികളെ ആദ്യം നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് മാർട്ടിൻ, മട്ടാഞ്ചേരി മാർട്ടിൻ. പത്രവും ടിവിയൊക്കെ കാണുന്ന കൂട്ടത്തിലാണെങ്കിൽ മോക്കെന്റെ പേര് പരിചയം കാണും. ക്രൈം ന്യൂസിൽ കേരളത്തിലെ ക്രിമിനൽ ലോകത്ത് ഒരു VIP ആയിട്ട് വരും ഞാൻ. അതിനിപ്പോ ഞാൻ എന്ത് വേണം? എന്തു വേണമെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, അങ്ങനെയുള്ള എന്നെയാ നീ വെല്ലുവിളിച്ചത്, അതും നടു റോഡിലിട്ട്. ഈ ബസ്സിൽ വന്ന് കയറാനുള്ളോണ്ട് അപ്പോ എനിക്ക് സമയം തീരെ കുറവായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. പോരെങ്കി ഇപ്പോ നിന്റെ കേസ് എനിക്കൊരു കൊട്ടേഷൻ കൂടിയാ. അപ്പൊ പിന്നെ ആ കണക്ക് നമുക്കങ്ങ് സെറ്റിൽ ചെയ്താലോ? ഡയലോഗ് അടിച്ച് പേടിപ്പിക്കണ്ട നീ. എന്റെ ദേഹത്ത് കൈവച്ചാ പിന്നെ നിനക്കെന്നെ കൊന്നിട്ട് പോവേണ്ടി വരും. ജീവിക്കാൻ വിടില്ല നിന്നെ ഞാൻ. നിനക്ക് ഈ ശാലിനി അറിയാത്തതുകൊണ്ട്. ചുമ്മാ പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ ഭീരുക്കളും എടുത്ത് പയറ്റുന്ന ഡയലോഗല്ലേ ഇത്? തൽക്കാലം നിന്നെ ഞാനങ്ങ് തൂക്കാൻ പോവാ, പട്ടാ പകൽ. ഈ ജനം മുഴുവൻ നോക്കി നിൽക്കേ. വാ,
വാടി ഇങ്ങോട്ട്. വരാൻ കിടന്ന് പിടക്കാളി. കിടിയോടെ പുണ്യാളെ ചതിച്ചു. വിഷ്ണു ആശാനോടായിരുന്നു ബസ്സിൽ. നേരത്തെ ഒരു വട്ടം വിട്ടതാ നിന്നെ ഞാൻ. പക്ഷെ പിന്നാലെ നീ ഇരന്ന് വന്നങ്ങ് ചോദിച്ചു. ഇനി നിനക്ക് ഞാൻ മനസ്സറിഞ്ഞ് തരാൻ പോവാ. ആശാനോടെ കയറി കോർത്തത് അവന്റെ കാര്യം തീർന്ന്. എന്റെ പൊന്നു കൊച്ചെ, ആളറിയാതെ പറ്റിപ്പോയതാ. മാട്ടി മച്ചാനൊരു അബദ്ധം പറ്റി. ആശാന്റെ ആളാണെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ. രക്ഷിക്കണം പ്ലീസ്. വിഷ്ണു ആശാന് ഭ്രാന്ത് കയറിയ മാട്ടി മച്ചാന്റെ ശവം ഇവിടെ വീഴുന്നുള്ള കാര്യം ഉറപ്പാ. പച്ചയ്ക്ക് കൊന്നു കുഴിച്ചിടാനും കെട്ടി തൂക്കാനൊന്നും ഒരു മടിയില്ലാത്ത കൊടും ഗുണ്ടയാ ഈ വിഷ്ണു ആശാൻ. എന്താ പറഞ്ഞ ഗുണ്ടയോ? അതെ, എനിക്ക് അയാളെ ശരിക്കും അറിയാവുന്നോട് പറയാ. മാട്ടിമച്ചാന് കൊച്ചിയിൽ മാത്രമേ പിടിയുള്ളൂ. പക്ഷേ കേരളം മൊത്തം നെറ്റ്വർക്കുള്ള ഗുണ്ടാപ്പടയുടെ നേതാവാ ഈ വിഷ്ണു ആശാൻ. ബ്ലേഡ് സത്യഭാമയുടെ പേരിലുള്ള എല്ലാ സെറ്റിൽമെന്റും ആശാനാ നടത്തുന്നത്. കൊല്ലാനും ചാകാനും മടിയില്ലാത്ത ഒരു ജന്മം. ഇയാളെന്താ ഇവിടെ? ഞാനിവിടുത്തെ AC കേടാന്ന് പറഞ്ഞു. അത് നന്നാക്കാൻ വേണ്ടി വന്നാ. ഈ സത്യഭാമയുടെ വീട്ടിലെ അല്ലറ ചില്ലറ ജോലികളുടെയൊക്കെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഞാനാണല്ലോ. സത്യഭാമയുടെ ഗുണ്ടാ തലവനോ?
മച്ചാനെ മച്ചാനെ ആശാനെ കൊല്ലല്ലേ ആശാനെ. ആളറിയാതെ പറ്റിപ്പോയത് ആശാനെ ക്ഷമിക്കണം. ആളറിയാതെ പറ്റിയതാണോ? ആരുടെ മേലെ കൈവയ്ക്കാൻ പോയെന്ന് അറിയോ നിനക്ക്? ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ നേരെയാ. പ്രേമിക്കുന്ന പെണ്ണോ? നാളെ ഞാൻ താലി കെട്ടാൻ നിശ്ചയിച്ച എന്റെ പെണ്ണിന്റെ മേലെയാ. താലി കെട്ടാൻ പോകുന്ന പെണ്ണോ? ഇയാളുടെ ഉള്ളിൽ പ്രേമമായിരുന്നു. ഒരു മട്ടാഞ്ചേരി മാർട്ടിൻ. എടാ നിന്നെക്കാളും വലിയ കേടിയായിരുന്നടാ ഓട്ടോ ബാപ്പുട്ടി. കണ്ണൂര് നഗര പേര് കേട്ടാ വെറുക്കായിരുന്നു. ഇപ്പോ 2 കൈയും കാലും ഇല്ലാതെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ഇഴഞ്ഞോണ്ടിരിക്കുക. എന്റെ പെണ്ണിന്റെ മേലെ വെക്കാൻ ഒരുങ്ങി കൈയും കൂടെ ഞാൻ എടുക്കണോ? പ്ലീസ് ആശാനെ. ആശാനെ മതി ആശാനെ. ഇവൻ ആവശ്യത്തിനുള്ളതായി. ഇനി ഒന്നും ചെയ്യണ്ട. കടന്ന കൈ വല്ലതും ചെയ്ത ഞങ്ങളുടെ ട്രാവൽസ് കുടുങ്ങും ആശാനെ. ഞങ്ങളുടെ യാത്രക്കാരനായി പോയില്ലേ. പെണ്ണുങ്ങളുടെ നേരെ അവനൊരു ഗുണ്ടായിസം. സ്വന്തം ഭാര്യയുടെ നേരെ പോലും നിന്റെ അന്ന് കൈ പൊങ്ങില്ല. ഉറപ്പാ. മച്ചാനെ എഴുന്നേക്ക് മച്ചാനെ. ലഗേജ് എടുത്തോണ്ട് തരും. എടുത്തോണ്ട് പോയി അതിന് ഹോസ്പിറ്റലിൽ കാണിച്ചോളാം. ശാലിനി പേടിക്കണ്ട. പോയി ബസ് പോയിരുന്നു. ഭക്ഷണം ഞാൻ പാഴ്സൽ ഓടിച്ചോണ്ടിരും. എന്താ അവിടെ കാഴ്ച? ആഹാരം എന്തെങ്കിലും കഴിച്ച് ബസ്സിൽ കയറാൻ നോക്ക്. എടുത്തോണ്ട് പോടാ. എനിക്ക് മച്ചാനെ വേണ്ട. എനിക്ക് കൈവയ്ക്കാൻ പോയെന്ന് അറിയോ നിനക്ക്? ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ നേരെയാ. നാളെ ഞാൻ താലി കെട്ടാൻ നിശ്ചയിച്ച എന്റെ പെണ്ണിന്റെ മേലെയാ. ജീവിതത്തിൽ നിനക്ക് ആദ്യമായി പിഴവ് പറ്റിയിരിക്കുന്ന ശാലിനി. സുഹൃത്തുക്കളെ സൂക്ഷിച്ചു മാത്രം തിരഞ്ഞെടുക്കുന്ന നീ ഏറ്റവും അടുത്ത സുഹൃത്താക്കിയത് സത്യഭാമയുടെ ഗുണ്ടപ്പടയുടെ നേതാവിനെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് നീ അയാളെ ആശ്രയിച്ചു. അയാളത് പക്ഷെ തെറ്റിദ്ധരിച്ച് ഏറ്റെടുത്തത് മറ്റൊരു രീതിയിലും. ഗുണ്ടയാണെങ്കിലും നിനക്ക് മുന്നിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി എന്റെ മനസ്സിൽ കയറിപ്പറ്റാനായി നടിക്കുകയായിരുന്നു ഇത്രയും നാൾ അയാൾ. സാർ എത്രയായി? അത് 50 രൂപ. ബാക്കി വെച്ചോ. ശരി സാർ.